ഇല്ല, നിലവില് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ യാതൊരു കേസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, അവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ഫ്രട്ടർണിറ്റി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ വാലിൽ കേശുവിനെ ഇവിടെ കൂട്ടിക്കെട്ടേണ്ടുന്ന സാഹചര്യമില്ല. ഇവിടെ മഹാരാജാസിൽ ഉണ്ടായ ആക്രമണത്തിൽ ആരാണ് പ്രതികൾ, അല്ലെങ്കിൽ ആരാണ് അതിൽ കുറ്റം ചെയ്തത്, ആരാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്ക് ഫ്രട്ടർണിറ്റി ആയിട്ടോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് സംഘം ചേർന്നുകൊണ്ട് SFIനെ തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് SFIനെ തിരിച്ച് അത്തരത്തിൽ പ്രതിരോധിക്കാനും ആക്രമിക്കാനും പര്യാപ്തമായിട്ടുള്ള സംവിധാനം നിലവിൽ എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്കുണ്ട്. അത് വേണ്ട എന്ന് ഞങ്ങൾ വെക്കുന്നതിന്റെ ഫലമായിട്ടാണ് മഹാരാജാസ് ക്യാമ്പസിൽ ഒരു പരിധി വിട്ട് അക്രമ സ്വഭാവത്തിലേക്ക് ക്യാമ്പസ് പോകാതിരിക്കുന്നത്. അത് KSUവിന്റെ മൗനം കൂടിയാണ് മഹാരാജാസ് ക്യാമ്പസിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് ഈ പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ കുറേയേറെ സമരങ്ങൾ, പ്രതിപക്ഷ സമരങ്ങളെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന സമരങ്ങളായിക്കോട്ടെ, അതിനു മുൻപും ശേഷം നടന്ന സമരങ്ങളായിക്കോട്ടെ, പോലീസ് ഏകപക്ഷീയമായിട്ട് പിണറായി സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അവരുടെ പറയുന്ന ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള വലിയ ക്രമസമാധാന നിലയുടെ വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കാണുന്നത്. SFIക്കാർക്ക് അഴിഞ്ഞാടാം. അവർ ഇത്തരത്തിലുള്ള ചെയ്തുകൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാൻ ഇവിടുത്തെ ഭരണ സംവിധാനമുണ്ട് എന്ന തരത്തിലേക്ക് പോകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അക്രമത്തിലേക്ക്, നമുക്കറിയാം മഹാരാജാസ് ക്യാമ്പസിൽ അധികം വർഷമായിട്ടില്ല അഭിമന്യു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അതിക്രൂരമായിട്ടുള്ള രീതിയിലേക്ക് ഒരു കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കൊല ചെയ്തപ്പെട്ട സാഹചര്യത്തിൽ അഭിമന്യുവിന് വേണ്ടി സമരത്തിന് ഇറങ്ങിയ ആളുകളാണ് KSU. അതിന്റെ പ്രതികളെ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയാണ് KSU എന്ന് പറയുന്നത്. എന്നാൽ പക്ഷേ ഇപ്പോൾ പോലും ആ കേസിൽ കുറേയേറെ കാര്യങ്ങൾ പുറമെ വരാനുണ്ട്. അപ്പോൾ ഇതിൽ SFIയുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന, ക്യാമ്പസുകളിൽ SFI പ്രവർത്തകർ തന്നെ ആക്രമണത്തിന് ഇരയാക്കപ്പെടണമെന്ന് പറയുന്ന ഒരു തിരക്കഥ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു നേതൃതലത്തിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കുറേയേറെ നാളുകളായിട്ട് SFI വാർത്തകളിലില്ല, അല്ലെങ്കിൽ SFIയുടെ സംഘടനാ സംവിധാനത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അവരുടെ കൂടി അനുമതിയോടുകൂടി, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിന്റെ കൂടെ അറിവോട് കൂടിയിട്ട് ചെറിയ SFI പ്രവർത്തകരെ, ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന SFI പ്രവർത്തകരെ കൊണ്ട് അവർ ചുടുചോറ് എടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് SFI പ്രവർത്തകർ കൂടി തിരിച്ചറിയണമെന്ന് ഞങ്ങൾ പറയുകയാണ്. അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നിരന്തരമായിട്ട് ആ ക്യാമ്പസുകളിൽ, ഇന്നലെ നിങ്ങൾ ആ ക്യാമ്പസിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ SFIക്കാരെ ഒഴികെ ഒരു വിദ്യാർത്ഥികളും 3-4 റൗണ്ട് ഇന്നലെ രാവിലെ ക്യാമ്പസിൽ പോയ SFI ഇതര വിദ്യാർത്ഥികളെ അടിച്ചോടിച്ചതിന്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് സമാനമായിട്ടുള്ള വിഷയം ഉണ്ടായിട്ടുണ്ട്, വൈകുന്നേരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഭേദിച്ചുകൊണ്ട് SFI നിരന്തരമായിട്ട് ആ ക്യാമ്പസുകളിൽ വിഹരിക്കുന്ന ഒരു ക്യാമ്പസിൽ, രാത്രിയിൽ പോലും വിഹരിക്കുന്ന ഒരു ക്യാമ്പസിൽ എത്തരത്തിലാണ് KSU പ്രവർത്തകർ കടന്നു ഇത്തരത്തിലൊരു ആക്രമണം നടത്തുക എന്നത് പോലീസ് അന്വേഷിക്കട്ടെ, അവർ കണ്ടെത്തട്ടെ.